ഈശ്വര, അച്ഛന് വല്ലതും മനസ്സിലായി കാണോ? എന്താ നന്ദ നുള്ളിപ്പെറുക്കിയിരിക്കുന്നത്? എനിക്ക് മതിയ അച്ഛൻ, വിശപ്പില്ല. അത് കഴിക്കും മോളെ, ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ. അച്ഛൻ്റെ നിർബന്ധത്തിന് അവൾ കഴിച്ചെന്ന് വരുത്തി. മോളെന്നാ തിരിച്ചു പോണേ? അതെന്താ, ഞാനിവിടെ നിൽക്കുന്ന അച്ഛന് ഇഷ്ടമല്ലേ? അതല്ല നന്ദൂസ്, കല്യാണം കഴിഞ്ഞ് ദിവസങ്ങളായതല്ലേ ഉള്ളൂ. മോൾ ഇവിടെയും മോൻ അവിടെയും ആയതുകൊണ്ട് ചോദിച്ചതാ. അല്ലാതെ മോൾ ഇവിടെ നിൽക്കുന്ന അച്ഛന് സന്തോഷമേ ഉള്ളൂ. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ദേവട്ടം വരും. അതിന് മോഹനൊന്ന് അമർത്തി മൂളി. എന്തൊക്കെയുണ്ട് ആദ്യ വിശേഷം? കാലുമേക്കാൽ കയറ്റി മുന്നിലിരിക്കുന്ന ആദ്യം കണ്ടത് അതുവരെ ഇല്ലാത്ത പേടിയും പരിഭ്രമവും പത്മിനിയിൽ നിറഞ്ഞു. പുറത്തേക്കിറങ്ങി അവരെ കുറച്ച് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുവന്നായിരുന്നു. ആദ്യം എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? അഴിച്ചുവിട്. എന്തിനാ കൊണ്ടുവന്നതെന്ന് അതൊക്കെ പറയാന്നേ. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നതിന് ക്ലിയർ ആൻസേഴ്സ് വേണം. എന്താ മോനെ? നന്ദിയുടെ മേലില്ലാത്ത ജാതകദോഷം വരുത്തി തിരിക്കാനുള്ളതിന് പിന്നിലെ കാരണം? ആദിയുടെ ചോദ്യം കേട്ടത് അവർ ഞെട്ടിത്തരിച്ചു. എന്താ ആദ്യം നീ പറയുന്നേ? എന്ത് ജാതകദോഷം? പൊട്ടൻ കളിക്കല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. ആ കള്ള ജോത്സ്യനെ എല്ലാവരോടും പറഞ്ഞു. മര്യാദക്ക് പറഞ്ഞോ, നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു? ആദ്യം എനിക്കൊന്നും അറിയില്ല. ആഹാ, അറിയില്ലല്ലേ? വെയിറ്റ്. ആദ്യ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് ഫോൺ അവിടെ നേരെ നീട്ടി. അതിലെ ദൃശ്യങ്ങൾ കണ്ട് പത്മിനി ഭയം കൊണ്ട് വിറച്ചു. നരേന്ദ്രനെ ആദ്യം ഉപദ്രവിക്കുന്നതായിരുന്ന ആ വീഡിയോയിൽ അവർ പേടിയോടെ അവനെ നോക്കി. കണ്ടില്ലേ നിങ്ങളുടെ ജോത്സ്യന് ഞാൻ കൊടുത്ത ശിക്ഷ? ഇപ്പോഴേ പേടിച്ചാലോ? ഇതുകൂടാതെ വേറൊന്നും കൂടിയുണ്ട്. അപ്പം ബോധം കിട്ടി വീടരുത്. അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് അടുത്ത വീഡിയോ ഓപ്പൺ ചെയ്തു. രാധികക്ക് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത്. അതുകൂടെ കണ്ടതും പത്മിനി കരച്ചിലായി. മോനെ ഞാൻ... അവൻ കൈയെടുത്ത് വിലക്കി. കളിക്കുന്നത് ആദിദേവനോടാണെന്ന് അമ്മയും മകളും അറിഞ്ഞില്ല അല്ലേ? രാധിക വല്യമ്മയുടെ അവസ്ഥ കണ്ടല്ലോ. എൻ്റെ പെണ്ണിൻ്റെ ജാതകമായിരുന്നു അവരുടെയും പ്രശ്നം. ഇപ്പൊ കിടക്കുന്ന സ്ഥിതി കണ്ടില്ലേ? കൈയും കാലും അനക്കാൻ കഴിയാത്തൊരു ബെഡി. എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴ്ത്തിയവരോട് ഒരിക്കലും ഈ ആദിദേവ് ക്ഷമിക്കില്ല. അപ്പൊ ഇത്രയും ദിവസം എൻ്റെ പെണ്ണിൻ്റെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾക്ക് ശിക്ഷ വേണ്ടേ? മോനെ അറിയാതെ ചെയ്തതാ. അറിയാതെ? അറിവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ആദ്യക്കൊരു പുനർചിന്തമില്ല. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് നടത്തിയിരിക്കും. ആദ്യം ഫോണെടുത്ത ഒരാൾ വിളിച്ചു. നിമിഷങ്ങൾക്ക് രണ്ടുപേരും ചെന്ന് അവിടേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു വലിയ റൗണ്ട് ഗ്ലാസ് പെട്ടിയുണ്ടായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന നൈഫ് ആദിയുടെ നേർക്ക് നീട്ടി. പത്മിനി പേടിയോടെ അവരെ നോക്കി. ആ ഗ്ലാസ് ബോക്സിലേക്ക് നോക്കുന്തോറും അവർ ഭയം കൊണ്ട് വിറച്ചു. അവരുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. പാമ്പും മട്ടയും പലതരം ചെറിയ പ്രാണികളും കൊണ്ട് ആ ബോക്സ് നിറഞ്ഞിരുന്നു. അവൻ്റെ ക്രൂരത നിറഞ്ഞ ഭാവം അവരെ തളർത്തി. ആദി വേണ്ട മോനെ, പ്ലീസ്. ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി, ഇനി നോ വേർഡ്സ്, ഓൺലി ആക്ഷൻ. അതും പറഞ്ഞ് അവൻ കയ്യിൽ നിന്ന് കത്തി ഉപയോഗിച്ച് അവരുടെ ഇടതുകയിലെ ആഞ്ഞു വരച്ചു. ഇത് ചെറിയ മുറിവല്ലേ ഉള്ളൂ ആൻറ്റി, ഇപ്പോഴെങ്ങനെ കരഞ്ഞാലോ? അവനത് വകവെക്കാതെ അവിടെ വലതു കൈയിലും കാലിലും വരഞ്ഞു. ആദ്യം അവിടെ നിൽക്കുന്നവരെ കണ്ണു കാണിച്ചത് അവരിൽ ഒരാൾ വന്ന് പത്മിനിയുടെ കയ്യിൽ പിടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പത്മിനിയുടെ ശരീരമാ കുഴഞ്ഞു. കൈയും കാലുമെല്ലാം മരവിച്ച അവസ്ഥ. കൈ അനക്കാൻ സാധിക്കുന്നില്ല. ആദി. നാവ് കുഴഞ്ഞു പോകുന്നു. കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കും പത്മിനി. ശരീരം തളർന്ന് ആ ബോക്സിനുള്ളിൽ കിടക്കുന്നില്ല, ഒന്നും ചെയ്യാനാവാതെ. രണ്ടുപേർ വന്ന് പത്മിനിയുടെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി. വീട്, എന്നെ വീട്. കുതിരാൻ പോലും ശക്തിയില്ലാതെ അവരുടെ കയ്യിൽ കിടന്നവർ പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് പത്മിനിയെ പിടിച്ച് അവിടെ അയാളുടെ ബോക്സിലേക്ക് ഇറക്കി. ആദി എനിക്ക് പേടിയാ, വേണ്ട. കുറച്ചു നേരം അവിടെ കിടക്കാൻഡി. അതും പറഞ്ഞ് ആ ഗ്ലാസ് ബോക്സ് അവൻ മൂടി. അവരതിൽ കിടന്ന് അലറി കറങ്ങി. അവരുടെ മുറിവിലായി അട്ട പറ്റിച്ചേർന്നു. ഒന്നും ചെയ്യാനാവാതെ, കൈകൾ കൊണ്ട് തട്ടിക്കളയാനാവാതെ അവർ തളർന്നു കിടന്നു. പേടി കൊണ്ട് അവർ അടിമുടി വിറച്ചു. നന്ദയോട് അങ്ങനെ ചെയ്യാൻ തോന്നിയ നിമിഷത്തെ അവർ ശപിച്ചു. കണ്ണുകൾ ഇറുകെ മൂടി. തൻ്റെ കഴുത്തിലൂടെ എന്തോ എഴുതുന്നുണ്ട്. അവർ പേടിച്ച് വിറച്ചു. ആദ്യം അവിടെ നിൽക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി. 1 മണിക്കൂർ അവർ ആ ബോക്സിൽ കിടന്നു. ആദ്യ ആ ദൃശ്യം തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. നന്ദയുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു. കരഞ്ഞു തളർന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖം മനസ്സിൽ വന്നു. അവൻ ക്രോധത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവനൊരു ഉന്മാദഭാവത്തോടെ പത്മിനിയെ നോക്കി. അവരുടെ മുറിവിലായി അട്ടകളും ചെറുപ്രാണികളും പറ്റിച്ചേർന്നിരുന്നു. ഒരു പാമ്പ് അവരുടെ കയ്യിലായി പറ്റിയിരിക്കുന്നു. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞു നേരത്തെ വന്ന രണ്ടുപേർ തിരിച്ചു വന്ന് പത്മിനിയെ ബോക്സിൽ നിന്ന് ഇറക്കി.
അവരപ്പോഴേക്കും ബോധം പോയി കിടന്നിരുന്നു. ആദ്യ കണ്ണു കാണിച്ച് ഒരാൾ പത്മിനിയുടെ ബോഡിയിലേക്ക് ഒരു മെഡിസിൻ കൂടി ഇൻജെക്ട് ചെയ്തു. ICU വാതിന് മുമ്പിൽ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പൂജയും അഭിറാമും പ്രീതിയും പത്മിനിയുടെ ഭർത്താവ് വിശ്വനും. ഡോക്ടർ, അമ്മക്ക് ICU ഡോർ തുറന്ന് പുറത്തേക്ക് ഞാൻ ഡോക്ടറെ കണ്ട് പ്രീതി ഓടിയെന്ന് ചോദിച്ചു. എൻ്റെ ക്യാബിനിലേക്ക് വരും. ഡോക്ടർ പോയതും പ്രീതി അച്ഛനെ നോക്കി. വിശ്വനും പ്രീതി അഭിറാമും കൂടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ, പത്മിനിയുടെ സിറ്റുവേഷൻ വളരെ പാത്തറ്റിക്കാണ്. 2 കൈയിലും കാലിലും മുറിവുണ്ട്. കത്തി കൊണ്ട് ആഞ്ഞു വരഞ്ഞിരിക്കുന്ന പാടാണ്. അത് കേട്ടത് മൂവരും ഞെട്ടിത്തരിച്ചു. ഇവിടെ കൊണ്ടുവരുമ്പോൾ മുറിവിലൊക്കെ ചെറു പ്രാണികളും പുഴുക്കളും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. വൂണ്ട് ഏരിയ ഫുൾ എഫക്റ്റഡായി. സ്വെയിൽ ചെയ്തു. ഇപ്പോൾ പേഷ്യൻ്റെ ടെമ്പറേച്ചർ ലെവൽ കൂടിയിരിക്കുകയാണ്. കോൺഷ്യസ് ആയിട്ടില്ല. യെസ്, വെയിറ്റ്. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാനിപ്പോഴും വീടറിഞ്ഞു. ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരാദ്യം കാണുന്നത്. ആദ്യം അവിടെ കണ്ടത് പ്രീതിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ സർവ്വം മറന്നു അവനെ നോക്കി നിന്നു. വിശ്വൻ ഡോക്ടർ പറഞ്ഞല്ല അവനോട് പറഞ്ഞു, ആൻറ്റിയോട് ഇങ്ങനെ ചെയ്യാൻ മാത്രം ശത്രുതകൾ ആരെങ്കിലും അങ്ങളുടെ ബിസിനസ്സിലുണ്ടോ? എനിക്കറിയില്ല മോനെ. ആൻറ്റി കോൺഷ്യസ് ആവട്ടെ, നമുക്ക് നോക്കാം. ആദ്യം വിശ്വനെ ആശ്വസിപ്പിച്ചു. അച്ഛാ, പോലീസിൽ ഇൻഫോം ചെയ്യണം? അഭിറാം ചോദിച്ചു. അവൾക്ക് എന്തായാലും ബോധം വരട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം, വിശ്വം പറഞ്ഞു. വിവരം അറിഞ്ഞ് കൈലാസത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ICUവിനുള്ളിൽ എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടതും പുറത്തിരുന്നവർ ഒരു നിമിഷം പകച്ചു. ആദ്യം അകത്ത്. വിഷൻ, ഞാൻ നോക്കിയിട്ട് ഒരു അങ്കിൾ. ആദ്യം ഡോറിൽ നിന്ന് അകത്തേക്ക് വരുന്ന കാണുന്നു. പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന 2 നേഴ്സിൻ്റെ കൈകൾ കിടന്ന് കുതിർന്ന പത്മിനിയാണ്. ഡോക്ടർ, ഇവർ വയലൻ്റ് ആവുക. ആദ്യം കണ്ടത് ഒരു നേഴ്സ് പറഞ്ഞു. സിസ്റ്റർ, സഡേഷൻ കൊടുക്കും. ആദ്യയുടെ നിർദ്ദേശം കിട്ടിയത് ഒരു നേഴ്സ് മരുന്നെടുത്ത് സിറിഞ്ചിലാക്കി അവരുടെ കയ്യിലേക്ക് നീഡിൽ കുത്തിയിറക്കി. പെട്ടെന്ന് പത്മിനിയുടെ കണ്ണുകളിൽ മയക്കം മൂടി. അവർ തളർച്ചയോടെ വീണു. എന്താണ് സംഭവിച്ചത്? ബെഡിൽ കിടന്ന പത്മിനിയെ നോക്കി ആദ്യം അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ചോദിച്ചു. അപ്പോഴേക്കും പത്മിനിയെ ചികിത്സിക്കുന്ന ഡോക്ടറും വന്നു. ആദി, വാട്ട് ഹാപ്പൻ ഹിയർ? ഇവർ മയക്കെഴുന്നേറ്റതും ഡ്രിപ്പിട്ട് നീളിലൊക്കെ വലിച്ചൂരി കളഞ്ഞു. ഡ്രിപ്പ് സ്റ്റാൻഡ് എടുത്തെറിഞ്ഞു. കൈയും കാലൊക്കെ തട്ടി കുടയുമായിരുന്നു. പേടിയോടെ കഴുത്തിലും കാലിലൊക്കെ പിടിച്ചു നോക്കി. അബ്നോർമലായിട്ടാണ് ബിഹേവ് ചെയ്ത്. സംസാരമൊന്നും ക്ലിയർ അല്ലായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല. കൈയും കാലെല്ലാം കൈകൊണ്ട് തട്ടിക്കളഞ്ഞ് ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ പിടിച്ചു വെച്ച്. അപ്പോഴേക്കും ആദ്യ ഡോക്ടർ വന്നു. ആദി, നിനക്കെന്ത് തോന്നുന്നു? എല്ലാം കേട്ടുകഴിഞ്ഞ് പത്മിനിയെ ചികിത്സിച്ച് ഡോക്ടർ ആദിയോട് ചോദിച്ചു. മേ ബി അവരുടെ മൈൻഡിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സംഭവം. അതിൻ്റെതായിരിക്കും ഇപ്പോൾ കാണിച്ചില്ല. യെസ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് ആദ്യം അമർത്തി മൂളി. പുറത്തേക്ക് ഇറങ്ങി ആദ്യം അക്ഷമയോട് അവിടെ നിൽക്കുന്നവരോട് വിവരം പറഞ്ഞു തൻ്റെ ക്യാബിനിലേക്ക് പോയി. ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് അവൻ കണ്ണുകളടച്ചു. നിങ്ങളിനി നാവ് ഉയർത്തില്ല പത്മിനി, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം ഫോണെടുത്ത് മോഹനെ വിളിച്ചു. ഹലോ അച്ഛാ. മോനെ, എന്താ ഈ നേരത്ത്? അച്ഛൻ കടയിലാണ്. ആ, അതേപോലെ. ദേവ് വീട്ടിൽ ഒറ്റക്കാണോ? ഇനി ഞാൻ ഉച്ചയാകുമ്പോൾ പോവും. അവൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചില്ലേ? നല്ല വിഷമത്തിലാണോ? കഴിച്ചു മോനെ, വിഷമത്തിൽ തന്നെയാ. ആ, വിഷമൊക്കെ നമുക്ക് പതിയെ മാറ്റാന്നേ. ആ, പെട്ടെന്ന് മാറ്റിക്കണം കേട്ടല്ലോ. പാവൻ്റെ കുഞ്ഞ്. ഓ, അച്ഛന് മോളാണല്ലോ വലുത്. എനിക്ക് നിങ്ങൾ രണ്ടും ഒരുപോലെയാണ്. പിന്നെ എൻ്റെ കുഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാനാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അധികം വൈകാതെ അവിടെ വിഷമൊക്കെ ഞാൻ മാറ്റാച്ച. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി റൂമിലേക്ക് പോകാൻ നേരമാണ് നന്ദയുടെ ഫോൺ റിങ് ചെയ്തത്. ആമിയുടെ പേരിട്ടതും നന്ദയുടെ ചുണ്ടിൽ വരണ്ട ഒരു ചിരി വിരിഞ്ഞു. ഫുൾ റിങ് അടിച്ച് കോൾ നിന്നിട്ട് നന്ദ ഫോൺ എടുത്തില്ല. എന്ത് പറയാനെത്താൻ, എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൾ മനസ്സിലാലോചിച്ച് റൂമിലേക്ക് പോകാൻ നേരം വീണ്ടും ഫോൺ റിങ് ചെയ്തു. അവൾ ഫോണിലേക്ക് ഒരു നിമിഷം നോക്കി, പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്തു. ഹലോ എടുത്തി. ഫോൺ എടുത്ത് ആമിയുടെ കൊഞ്ചിയുള്ള സംസാരം കേട്ടു. അവളുടെ എടുത്തി വിളിയിൽ നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. എടുത്തി. മറുവശം മറുപടി ഇല്ലാത്തതിന് ആമി ഒന്നും കൂടി വിളിച്ചു. ആ, ഹലോ. എടുത്തി എന്ന് ഇനി വീട്ടിലേക്ക് വരുന്നേ? ഞാൻ അത് ഏത് എടുത്തി പെട്ടെന്ന് വരണേ. ഇവിടെ എടുത്തില്ലാതെ ഒരു രസമില്ല. വൈഷ്ണവി അപ്പച്ചി പറഞ്ഞുകൊണ്ടാണോ എടുത്തി ഇവിടുന്ന് പോയത്? നന്ദ അമ്പരന്ന് പോയി. ആമി ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്നുള്ള ഓർത്തു. നീ എന്തു ആമി പറയുന്നേ? അമ്മ എന്തു പറഞ്ഞു? ഞാൻ അച്ഛനെ കാണാനായിട്ട് വന്നതാ. എടുത്തിക്കേ കള്ളം പറയാൻ ഒട്ടും അറിയില്ല. സാരമില്ല, ഇവിടെ വരുമ്പോൾ ഞാൻ നല്ല ട്രെയിനിങ് തരാം. ഞാൻ സത്യം പറഞ്ഞേ. ആണോ? എനിക്ക് ആദ്യത്തെ തലയത്തോട് സത്യം ഇട്. എടുത്തി പറഞ്ഞൊരു കള്ളമില്ലെന്ന്. എന്തേ പറ്റില്ലേ? നന്ദൊന്നും മിണ്ടുന്നില്ലെന്നുകൊണ്ട് ആമി ചോദിച്ചു. എൻ്റെ എടുത്തി ഇങ്ങനെ പാവായിട്ട് ഇരിക്കുന്ന കുഴപ്പം. വീട്ടിലെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ശരിക്കും നിങ്ങൾ കെട്ടിയവനില്ലേ മൈ ബ്രദർ ആദ്യമായിട്ട് ഇന്നലെ എല്ലാ കാര്യങ്ങളും വൈഷ്ണവി ആൻ്റിയെ കൊണ്ട് പറയിപ്പിച്ചു. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആമി. ആദ്യമായിട്ട് എടുത്തിട്ടൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. ആമി വീട്ടിൽ സംഭവിച്ചില്ല നന്ദയോട് പറഞ്ഞു. അപ്പം ആ ജോത്സ്യൻ പറഞ്ഞ കള്ളായിരുന്നോ?
പിന്നെ അവനെ പോലെ തട്ടിപ്പരിപാടിയും കൊണ്ട് ഇറങ്ങുന്നവന്മാർ സത്യം പറയും. അല്ലെങ്കിൽ ഒരു ജാതക പ്രശ്നം കാരണം വിട്ടിട്ട് പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യയുടെ അടുത്തേക്കുള്ള സ്നേഹം. ആമി, നന്ദയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ, കുറെ അന്ധവിശ്വാസങ്ങൾ, അതിന് കൂട്ടി നിൽക്കാൻ പറ്റിയ അമ്മായിമ്മയും മരുമകളും. പിന്നെ ഏടത്തിയാൻ വിളിച്ച് വേറെ കാര്യം അറിയിക്കാനാ. എന്ത്? നമ്മുടെ പൂജയെടുത്തിട്ട് അമ്മയില്ലേ, പത്മിനി ആൻറ്റി, അപ്പച്ചിക്ക് ജോത്സ്യനെ പരിചയപ്പെടുത്തി കൊടുത്ത മീഡിയേറ്റർ, അവരിപ്പോൾ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റി? അവർക്കാരാ പണിയെടുത്തതെന്ന് തോന്നുന്നു. കാലും കയ്യിലൊക്കെ മുറിവായിട്ട് റോഡിൽ കിടന്നപ്പോൾ ആൾക്കാർ കൊണ്ടാക്കിയതാ ഹോസ്പിറ്റലിൽ. മുറിവിലൊക്കെ പുഴുവും പ്രാണിയും പറ്റി ഇരിപ്പുണ്ടായിരുന്നു. ഐസിയുലപ്പോൾ ഇടയ്ക്കൊന്ന് ബോധം വന്നപ്പോൾ ഭയങ്കര വയലൻ്റായി, ഭ്രാന്തായെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും പറയാതെ ആമി. പിന്നെ ഇവിടെ ഒരു കള്ള ജോത്സ്യൻ, ഈ പത്മിനിയാരി മനഃപൂർവ്വം ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ആമിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് നന്ദ കേട്ടത്. അങ്ങനെ പറയിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടാ? ചുമ്മാ ഓരോന്ന് പറയാതെ ആമി. ഏടതിക്കൊന്നും അറിയാനിട്ടാ, ഈ പത്മിനിയാൻ്റെ ഇളയ മകളിലെ പ്രീതി, അവൾക്ക് ആദ്യനോട് പ്രണയം. ആദ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. കുഞ്ഞിലെ മുതൽ ആദ്യമായിട്ടും പ്രീതി ചേച്ചി സഞ്ജയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. ഒന്നിച്ച് പഠിച്ചവരാ ഇവർ 3 പേരും. അവർ 10ാം ക്ലാസ്സായ സമയത്ത് എന്തോ ആണ് പ്രീതി ചേച്ചി ആദ്യമായിട്ടോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് പിന്നെ ആദ്യമായിട്ടിനെ അവൾ അടുപ്പിച്ചിട്ടില്ല. പത്മിനി ആൻറ്റിക്കാണെങ്കിൽ മോളെ ആദ്യമായിട്ടും കൊണ്ട് കെട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ ദേഷ്യത്തിൽ കള്ളജാതകം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സത്യം അറിയാൻ നീ ചുമ്മാ ഓരോ ചിന്തിച്ച് കൂട്ടലേ പെണ്ണേ. ഓ ഇല്ലേ, എഴുതി പെട്ടെന്ന് വീട്ടിലേക്ക് വരാം കേട്ടോ. നന്ദ വിഷമത്തോടൊന്ന് മൂളി. ആ മൂളിന് അത്ര ശക്തിയില്ലല്ലോ. വരാം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ, അവിടെ അവസ്ഥ എന്തായിരുന്നു പോയി നോക്കട്ടെ. ബൈ ചേച്ചിക്കുട്ടി. ആമി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എല്ലാം കേട്ട് കഴിഞ്ഞ് നന്ദ ഒരു തളർച്ചയുടെ കസേരയിലേക്ക് ഇരുന്നു. തൻ്റെ പേരുള്ള ജാതകദോഷം കള്ളമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ദേവേടിനെ വിഷമിപ്പിച്ച് പോയല്ലോ ഭഗവാൻ. ദേവേടിന് സത്യം ഇങ്ങനെ മനസ്സിലായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സത്യം അറിഞ്ഞിട്ട് എന്നെ അന്വേഷിച്ചു വരാത്ത എന്താ? എന്നെ വേണ്ടതായ ദേവേട്ട. ഓരോന്ന് ഓർക്കും തോറും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ ഫോണെടുത്ത് ആദ്യയുടെ കോണ്ടാക്ട് എടുത്തു. ഡയൽ ബട്ടണിലേക്ക് അവളുടെ കൈകൾ യാന്ത്രികമായി അമർന്നു. ദേവ കോളി. ഒപ്പം പുഞ്ചിരിക്കുന്ന നന്ദയുടെ ഫോട്ടോ കണ്ടത് ആദ്യ പുഞ്ചിരിയോടെ ഫോൺ ചെവിയോട് അടുപ്പിച്ചു.